എനിക്ക് കഴിവില്ല എന്ന ചിന്ത. ഒത്തിരി ബലഹീനതകൾ നമ്മളെ വേട്ടയാടുന്നുണ്ട്. ദൈവത്തിന് എന്നെക്കൊണ്ട് യാതൊരാവശ്യവും ഇല്ല എന്ന ചിന്ത പോലും ചിലപ്പോൾ നമുക്ക് വരും. പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത് കുറവുകളെ എടുത്തു മാറ്റിയിട്ടല്ല, മറിച്ച് ആ കുറവുകളിലേക്ക് കൃപ നിറച്ചിട്ടാണ്. തോൽവി നമുക്കെല്ലാവർക്കും ഉണ്ട്, ആരാണ് തോക്കാത്തത്? പക്ഷേ ഇനിയൊരു ഉയർച്ചയില്ല, ഇനിയൊരു വീണ്ടെടുപ്പില്ല എന്ന തോന്നലാണ്, എന്ന ഭയമാണ് യഥാർത്ഥ വീഴ്ചയും യഥാർത്ഥ ബലഹീനതയും എന്ന് തിരിച്ചറിയാം. ഓ ഹോളി സ്പിരിറ്റ്, ഓ പരിശുദ്ധാത്മാവേ, എൻ്റെ ഇതുവരെ മറച്ചു വെച്ച ബലഹീനതയെ തിരുമുമ്പാകെ ഞാൻ വെളിപ്പെടുത്തുന്നു. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പെന്തക്കുസ്ത ഒരുക്കധ്യാനത്തിൻ്റെ 4-ാം ദിവസം ഫീഡ് മൈ ഷീപ്പ് യൂട്യൂബ് ചാനൽ ഒരുക്കുന്ന 10 ദിവസത്തെ പെന്തക്കുസ്ത ധ്യാനം. 1-ാം ദിവസം നമ്മൾ കടന്നു പോകുന്ന ഒരു എംപ്റ്റിനെസ്സിനെ കുറിച്ച് നമ്മൾ ധ്യാനിച്ചു. സെക്കൻഡ് ഡേ ഡ്രൈനെസ്സിൻ്റെ, വരൾച്ചയുടെ അനുഭവത്തെ ധ്യാന വിഷയമാക്കി. ഇന്നലെ നമ്മുടെ മുറിവുകളെ നമ്മൾ പരിശുദ്ധാത്മാവിന് സമർപ്പിച്ചു. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം, നമ്മളിൽ ഒത്തിരി പേര് ധരിച്ചു വച്ചിരിക്കുന്നത് കർത്താവിൻ്റെ മുമ്പിലേക്ക് വന്നു നിൽക്കാൻ നമുക്ക് ഒരു ബലം, ഒരു യോഗ്യത വേണമെന്നാണ്. എങ്ങനെയോ അങ്ങനെ ഒരു ചിന്ത നമ്മളിൽ വന്നുപോയി. കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കാൻ നമ്മൾ പ്രാപ്തിയുള്ളവരാകണം, യോഗ്യത തികഞ്ഞവരാകണം എന്ന്. എന്നാൽ യഥാർത്ഥത്തിൽ തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്ന പാഠം, ഗോഡ് ബിഗിൻസ് ഫ്രം വീക്ക് പീപ്പിൾ. ബലഹീനരായ മനുഷ്യരിൽ നിന്നാണ് കർത്താവ് തുടങ്ങുന്നത് എന്നാണ്. ഇന്ന് ഈ ബലഹീനതകളെയാണ് നമ്മൾ ധ്യാനിക്കുന്നത്. നമ്മുടെ പ്രാപ്തിക്കുറവിനെ നമുക്ക് ധ്യാനിക്കാം. പ്രാപ്തനല്ല, പ്രാപ്തയല്ല, ഐ ആം ഇൻഅഡ്വക്കേറ്റ് എന്ന ചിന്തയെ നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം. എനിക്ക് കഴിവില്ല എന്ന ചിന്ത. മറ്റുള്ളവരോട് കമ്പയർ ചെയ്യുമ്പോൾ എനിക്കതിനു മാത്രം വിശുദ്ധിയൊന്നും ഇല്ല, എനിക്കത്ര യോഗ്യത ഇല്ല. ചിലതിനോടൊക്കെ പലതവണ മല്ലിട്ട് ചില ബലഹീനതകളോട്, ചില പാപങ്ങളോട്, കുറവുകളോട് ഒക്കെ മല്ലിട്ട് പല ആവർത്തി തോറ്റ് തുന്നം പാടി ഒടുക്കം നമ്മൾ തീരുമാനിച്ചു, ഞാൻ ബലമില്ലാത്തവൻ, ഞാൻ യോഗ്യതയില്ലാത്തവൻ. ഒത്തിരി ബലഹീനതകൾ നമ്മളെ വേട്ടയാടുന്നുണ്ട്. ദൈവത്തിന് എന്നെക്കൊണ്ട് യാതൊരാവശ്യവും ഇല്ല എന്ന ചിന്ത പോലും ചിലപ്പോൾ നമുക്ക് വരും. കർത്താവിൻ്റെ കണ്ണിൽ പെടാൻ മാത്രമൊന്നും ഞാനില്ല എന്ന ചിന്ത വരും. മറ്റുള്ളവരുടെ പ്രാർത്ഥനയും വിശുദ്ധിയും ഒക്കെ കാണുമ്പോൾ എനിക്കത്ര വിശുദ്ധിയൊന്നും ഇല്ല എന്ന വിചാരം ഉണ്ടാകാറുണ്ട്. അങ്ങനെ പല രീതിയിൽ ഞാൻ അയോഗ്യൻ, ഞാൻ ബലഹീനൻ എന്ന ചിന്ത നമുക്ക് വരും. അത്തരം നേരങ്ങളിൽ നമ്മൾ ഓർക്കേണ്ടത്, മൈ ഗോഡ് ഈസ് നോട്ട് സ്കെയർഡ് ഓഫ് മൈ വീക്ക്നെസ്. മൈ ഗോഡ് ഈസ് നോട്ട് സ്കെയർഡ് ഓഫ് മൈ വീക്ക്നെസ്. എൻ്റെ ബലഹീനതകൾ എൻ്റെ ദൈവത്തെ ഭയപ്പെടുത്തുന്നില്ല. എൻ്റെ ബലഹീനതകൾ ഒരുപക്ഷെ എനിക്കും ഭയമായിരിക്കും, പക്ഷെ എൻ്റെ ബലഹീനതകൾ, എൻ്റെ കുറവുകൾ, എൻ്റെ അയോഗ്യതകൾ എൻ്റെ ദൈവത്തെ ഭയപ്പെടുത്തുന്നില്ല. നമുക്കിന്ന് നമ്മുടെ എല്ലാ ബലഹീനതകളെയും, വീക്ക്നെസ്സസിനെ പരിശുദ്ധാത്മാവിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ബലമില്ലെന്ന് തോന്നുന്ന എല്ലാവരും, അയോഗ്യനാണെന്ന് കരുതുന്ന എല്ലാവരും ആ വിചാരങ്ങളെ പരിശുദ്ധാത്മാവിന് ഇന്ന് വിട്ടുകൊടുക്കണേ.
പൗലോസ്ലീഹായെ ഇന്ന് നമുക്ക് പ്രത്യേകം ധ്യാനിക്കണം. പൗലോസ്ലീഹായ്ക്ക് കർത്താവിൻ്റെ ദർശനം ലഭിക്കുന്നു. പൗലോസ്ലീഹായ്ക്ക് മാനസാന്തരമുണ്ടാകുന്നു, അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു, സുവിശേഷം സധൈര്യം പ്രഘോഷിക്കുന്നു. പൗലോസ് വിശുദ്ധിയിൽ വളരുന്നു. ഇനി മുതൽ ഞാനല്ല, മിശിഹായാണ് എന്നിൽ ജീവിക്കുന്നത് എന്ന് പറയാൻ മാത്രം പൗലോസ് വിശുദ്ധിയിലേക്ക് ഉയരുന്നു. പക്ഷേ ആ പൗലോസ് തന്നെ ഒരു പിടച്ചിലോടെ പറയുന്നൊരു കാര്യമുണ്ട്: എനിക്കൊരു മുള്ള് ഉണ്ട്. ഐ ഹാവ് എ തോൺ ഇൻ മീ. എന്നിൽ ഒരു മുള്ളുണ്ട്, എന്നിൽ ഒരു കുറവുണ്ട് എന്ന്. അതായത് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത് കുറവുകളെ എടുത്തു മാറ്റിയിട്ടല്ല, മറിച്ച് ആ കുറവുകളിലേക്ക് കൃപ നിറച്ചിട്ടാണ്. എനിക്കൊരു മുള്ളുണ്ട്, അതെടുത്തു മാറ്റണമേ എന്ന് പല ആവർത്തി ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. പൗലോസ്ലീഹായുടെ ആ അനുഭവം നമുക്കൊക്കെയുണ്ട്. മറ്റാർക്കും അറിയാത്തൊരു ബലഹീനതയെ, ഒരു മുള്ളിനെ, ഒരു കുറവിനെ ചുമന്നുകൊണ്ട് നടക്കുകയല്ലേ നമ്മളിൽ പലരും. അവിടെയാണ് പൗലോസിനോട് ദൈവം പറഞ്ഞ വാക്ക് നമ്മുടെ ചെവികളിലും മുഴങ്ങുന്നത്: നിനക്കെൻ്റെ കൃപ മതി, നിനക്കെൻ്റെ കൃപ മതി. കാരണം ബലഹീനതയിലാണ് ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടുന്നത്. ബലഹീനതകളിലാണ് കൃപ വെളിപ്പെടുന്നത്. സുവിശേഷം മുഴുവൻ, വചനം മുഴുവൻ വായിക്കുമ്പോൾ ഏറ്റവും ആശ്വാസം തരുന്ന വാക്ക് ബലഹീനതകളിലാണ് കർത്താവിൻ്റെ ശക്തി വെളിപ്പെടുന്നത്. പൗലോസ്ലീഹായോട് ചേർന്ന് ധ്യാനിക്കേണ്ട ഒന്നാണ് പെന്തക്കുസ്ത. പെന്തക്കോസ്റ്റ് is not the reward for perfection. Pentecost is not the reward for perfection. It is the transformation of weakness through grace. പെന്തക്കുസ്ത എന്നത് പരിപൂർണരായ മനുഷ്യർ ഒരുമിച്ച് ചേർന്നിരുന്നപ്പോൾ അവർക്ക് നൽകപ്പെട്ട സമ്മാനമല്ല. പെന്തക്കോസ്റ്റ് is not the reward for perfection. പെന്തക്കുസ്ത പരിപൂർണതയ്ക്ക്, വിശുദ്ധിക്ക്, യോഗ്യതയ്ക്ക് ലഭിച്ച സമ്മാനമല്ല. പെന്തക്കുസ്ത രൂപാന്തരീകരണമാണ്. ബലഹീനതകളെ കൃപയാലെ രൂപാന്തരപ്പെടുത്തിയ നേരമാണ് പെന്തക്കുസ്ത. പെന്തക്കോസ്റ്റ് is the transformation of weakness through grace. നമ്മുടെ റിയൽ വീക്ക്നെസ് നമുക്ക് വീക്ക്നെസ് ഉണ്ടെന്നുള്ളതല്ല, മറിച്ച് ഇനി ആ വീക്ക്നെസ്സിൽ നിന്ന് പുറത്ത് കടക്കാൻ പറ്റില്ല എന്ന ചിന്തയാണ്. അപ്പോൾ യഥാർത്ഥ പരാജയം, റിയൽ വീക്ക്നെസ് ഇസ് നോട്ട് അവർ വീക്ക്നെസ് ബട്ട് അവർ ഹോപ്പ്ലെസ്നെസ്. നമ്മൾ ഒട്ടനവധി പേര് തോറ്റുപോയത് അവിടെയാണ്. തോൽവി നമുക്കെല്ലാവർക്കും ഉണ്ട്. ആരാണ് തോക്കാത്തത്? ആരാണ് വീണു പോകാത്തത്? പക്ഷേ ഇനിയൊരു ഉയർച്ചയില്ല, ഇനിയൊരു വീണ്ടെടുപ്പില്ല എന്ന തോന്നലാണ്, എന്ന ഭയമാണ് യഥാർത്ഥ വീഴ്ചയും യഥാർത്ഥ ബലഹീനതയും എന്ന് തിരിച്ചറിയാം. നമ്മുടെ എല്ലാ ബലഹീനതകളെയും, അയോഗ്യതകളെയും, കുറവുകളെയും ഇന്ന് നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ പക്കൽ സമർപ്പിക്കാം. സുന്ദരമായ ഒരു വാക്യമുണ്ട്: God's grace shines most beautifully when weakness is surrendered before Him. ദൈവത്തിൻ്റെ കൃപ ഏറ്റവും സുന്ദരമായി പ്രശോഭിക്കുന്നത് നമ്മുടെ ബലഹീനതകളെ ദൈവത്തിന് മുമ്പാകെ സമർപ്പിക്കുമ്പോഴാണ്. ഗോഡ്സ് ഗ്രേസ് ഷൈൻസ് മോസ്റ്റ് ബ്യൂട്ടിഫുള്ളി വെൻ വീക്ക്നെസ് ഈസ് സറണ്ടേർഡ്. സമർപ്പിക്കപ്പെടുന്ന കുറവുകളിലാണ് ദൈവത്തിൻ്റെ കൃപ ഏറ്റവും സുന്ദരമായി പ്രശോഭിക്കുന്നത് എന്ന്. വിശുദ്ധര് അവരെന്താ ചെയ്തേ? അവരുടെ കുറവുകളെ ദൈവകൃപയ്ക്ക് മുമ്പിൽ എളിമയോടെ സമർപ്പിച്ചു. ഇന്നും നമുക്ക് ചെയ്യേണ്ടത് അതാണ്. ഇന്നത്തെ പ്രയർ മെത്തേഡ്, ഇന്ന് 5 മിനിറ്റ് നേരം നമ്മളിരുന്ന് പ്രാർത്ഥിക്കേണ്ടത് സറണ്ടറിങ് അവർ വീക്ക്നെസ്. ഇതാണ് ഇന്നത്തെ പ്രാർത്ഥനയുടെ രീതി. സറണ്ടറിങ് അവർ വീക്ക്നെസ്. ഒരു കുറവിനെ, ഒരു ബലഹീനതയെ, ഒരു തോൽവിയെ, ഒരു അയോഗ്യതയെ ഓർത്തെടുത്ത് പരിശുദ്ധാത്മാവിനെ സമർപ്പിച്ചിട്ട് നമുക്ക് പ്രാർത്ഥിക്കണം. ഓ ഹോളി സ്പിരിറ്റ്,
ഓ പരിശുദ്ധാത്മാവേ, എൻ്റെ ഇതുവരെ മറച്ചു വെച്ച ബലഹീനതയെ തിരുമുമ്പാകെ ഞാൻ വെളിപ്പെടുത്തുന്നു. ഐ ഓപ്പൺ അപ്പ് മൈ വീക്ക്നെസ് ബിഫോർ യു. ഓ ഹോളി സ്പിരിറ്റ്, ഐ ഓപ്പൺ അപ്പ് മൈ വീക്ക്നെസ് ബിഫോർ യു. ഹീൽ മീ, സ്ട്രെങ്തൻ മീ. എന്നെ സുഖപ്പെടുത്തണമേ, എന്നെ ബലപ്പെടുത്തണമേ. താ റുവാദ കുദിശ. കം ഹോളി സ്പിരിറ്റ്. പെന്തക്കുസ്ത ഒരുക്ക ധ്യാനത്തിൻ്റെ ഈ 4-ാം ദിവസം പൂർത്തിയാകുമ്പോൾ പ്രാർത്ഥിക്കാം. ഈ പ്രാർത്ഥന മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കാം. ഈ ശുശ്രൂഷയിൽ നമുക്ക് പങ്കുപറ്റാം. ഓർക്കണേ, പെന്തക്കോസ്റ്റ് ഈസ് നോട്ട് ദ റിവാർഡ് ഫോർ പെർഫെക്ഷൻ. പരിപൂർണതയ്ക്ക് കിട്ടിയ സമ്മാനമല്ല പെന്തക്കുസ്ത. ഇറ്റ്സ് എ ട്രാൻസ്ഫോർമേഷൻ ഓഫ് വീക്ക്നെസ് ത്രൂ ഗ്രേസ്. ദൈവകൃപയാലെ ബലഹീനത രൂപാന്തരപ്പെട്ട നേരമാണ് പെന്തക്കുസ്ത. നമ്മുടെ ബലഹീനതകൾക്ക് ഈ പെന്തക്കുസ്തായിൽ ഇടമുണ്ട്. ബലഹീനതയോടെ നമുക്ക് പെന്തക്കുസ്തായിലേക്ക് നടന്നെടുക്കാം. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ആമേൻ.